നമ്മൾ ചിലപ്പോഴെങ്കിലും പറയാറില്ലേ, എൻ്റെ തമ്പുരാനെ ഈ എല്ലാ പരീക്ഷണങ്ങളും നീ എനിക്കാണല്ലോ തരുന്നതെന്ന്. എന്നാൽ ഈ ചിക്കൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോൺ വെജിൽ എന്ത് പരീക്ഷണം വന്നാലും അത് ആദ്യം ചെന്നെത്തുന്നത് ഈ പാവപ്പെട്ടവനിലേക്കായിരിക്കും. ചിക്കൻ ടിക്ക, ചിക്കൻ തന്തൂരി, ഗ്രിൽഡ് ചിക്കൻ, ഷവായ് ചിക്കൻ, നരകത്തിലെ കോഴി, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. പിന്നെ കൊറോണയുടെ ടൈമിലാണെങ്കിൽ പറയേം വേണ്ട, ബക്കറ്റും കൊണ്ട് പോവല്ലേ പറമ്പിലേക്ക്, ഓലയും മടലും കൂട്ടിയിട്ട് കത്തിച്ചൊരു ബക്കറ്റ് ചിക്കനും. ഈ പാവത്തിന് കിട്ടുന്ന പരീക്ഷണം ഓർത്ത് നോക്കിയാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇന്ന് വന്നേക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ്. ഒരൊറ്റ കറക്കിൽ ഒരു അടിപൊളി ഡോണറ്റ് ചിക്കൻ ഉണ്ടാക്കിയാലോ. അതിനായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയൊരു കഷ്ണം സവോള കഷ്ണങ്ങളാക്കിയത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത്, 2 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം ഇട്ട് പൾസ് മോഡിൽ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുത്ത് കയ്യിലൊരല്പം വെള്ളം തടവി കുഴച്ച് വെച്ച് മാവിന്ന് ചെറിയ ഓരോ ഉരുളകളായി ഉരുട്ടിയെടുത്ത് നമ്മുടെ കൈവിരൽ വെച്ച് അതിൻ്റെ നടുവിലായി ഒരു ഹോളും ഇട്ട് കൊടുത്ത് ഡോണറ്റിൻ്റെ ഷേപ്പിനൊന്ന് മോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ പീസും മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു പിഞ്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസസും ഈ എഗ് മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ പീസസും അതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മുടെ ഓരോ ചിക്കൻ ഡോണറ്റും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ചിക്കൻ ഡോണറ്റ് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.